ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ MO നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട്. കുട്ടികളുടെ തൂക്കം കൂട്ടാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കണം? അമ്മമാരുടെ ഒരു പ്രധാനപ്പെട്ട ആദ്യമാണ് അവരുടെ കുട്ടികൾക്ക് തടിയില്ല എന്നുള്ളൊരു പ്രശ്നം. പക്ഷെ തടിയെ അപേക്ഷിച്ച് അവർക്ക് ഏജിനനുസരിച്ചുള്ള തൂക്കം ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ് പ്രധാനപ്പെട്ടത്. കുട്ടികളുടെ ഏജിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഫോർമുലകൾ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ കുട്ടി ജനിക്കുമ്പോൾ വെയിറ്റ് ഏകദേശം 2.5-നും 3 kgക്കും ഉള്ളിലായിരിക്കണം. ഇതാണ് ഒരു നോർമലായിട്ടുള്ള കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കുട്ടിക്ക് ഒരു 6 മാസം ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ബർത്ത് വെയിറ്റ് ഇൻറ്റു 2 ആയിരിക്കണം. അതായത് ജനിച്ചപ്പോഴുള്ള വെയിറ്റിൽ നിന്ന് ഡബിൾ ആയിരിക്കണം 6 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടിയുടെ വെയിറ്റ്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ വെയിറ്റ് ഒരു 3 kg ആണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അവരുടെ വെയിറ്റ് 6 kg വേണം. ഇതാണ് നോർമലായിട്ടുള്ളൊരു വെയിറ്റ് ഗെയിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടിക്ക് 1 വയസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അവരുടെ ബർത്ത് വെയിറ്റ് ഇൻറ്റു 3 ആണ്. അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ വെയിറ്റ് 3 ആണ്. അവർക്ക് ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ വെയിറ്റ് 9 വേണം. ഇനി നിങ്ങളുടെ കുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് 1 to 6 ഇയേഴ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ അവരുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏജ് ഇൻറ്റു 2 + 8 എന്നുള്ളൊരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അവരുടെ വെയിറ്റ് 3 × 2 + 8 14 kg വേണം അവർക്ക് 1 to 6 ഇയേഴ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ മക്കൾക്ക് 7 മുതൽ 12 വയസ്സ് വരെയാണ് ഏജ് എങ്കിൽ അവരുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏജ് ഇൻറ്റു 7 - 5 / 2 എന്നുള്ളൊരു ഫോർമുല ഉപയോഗിച്ചാൽ നിങ്ങളുടെ കുട്ടിക്ക് നോർമലായിട്ടുള്ള വെയിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഫോർമുലകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കുട്ടി അണ്ടർ വെയിറ്റ് ആണോ അതോ നോർമൽ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ സഹായിക്കും. 6 മാസം വരെയുള്ള കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം മതി അവരുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 6 മാസത്തിന് ശേഷം കുട്ടികൾക്ക് ചെറിയ രീതിക്ക് ഒരു നേരം എന്നുള്ള രീതിക്ക് നമുക്ക് കുറുക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിൽ മെയിനായിട്ട് റാഗി കൊണ്ടുള്ള കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം റാഗിയിൽ കാൽഷ്യം കണ്ടൻറ്റ് വളരെ കൂടുതലായി ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ബോൺ ഹെൽത്തിനും ഓവറോൾ ഹെൽത്തിനും ഇത് വളരെയധികം സഹായിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ടാണ് കുട്ടികൾക്ക് ഈ പഴം പുഴുങ്ങി കൊടുക്കുക. ബനാന ഉടച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിൽ പൊട്ടാഷ്യം, മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങും കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ധാരാളമായിട്ട് ഫൈബർ, വൈറ്റമിൻസ്, വൈറ്റമിൻ A ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അവരുടെ ഭക്ഷണത്തിൽ ക്യാരറ്റ്, പൊട്ടറ്റോ, പംകിനൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് കൂടാതെ കുട്ടികൾക്ക് കപ്പലണ്ടി കൊടുക്കുന്നതും വളരെ ഉത്തമമാണ്. കാരണം കപ്പലണ്ടി ഒന്നെങ്കിൽ നമുക്ക് വറുത്ത് പൊടിച്ചിട്ട് കുട്ടികൾക്ക് കുറുക്കായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചിട്ടും കൊടുക്കാം. ഈ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. കൂടാതെ സോളിഡ് ഫുഡ് കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. മീറ്റ്, എഗ്ഗ്, ഫിഷ് ഒക്കെ ഉൾപ്പെടുത്തുക. കൂടാതെ മിൽക്ക് പ്രൊഡക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തുക. കേർഡ്, യോഗട്ടൊക്കെ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ്. കൂടാതെ അവർക്ക് നമ്മുടെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ ധാരാളം പച്ചക്കറികളോ ഇലക്കറികളോ എന്തായിട്ടും ഉൾപ്പെടുത്തണം. അവരുടെ ഇമ്മ്യൂണിറ്റിക്കും ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാംഗോസ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കുട്ടികളുടെ തൂക്കം കൂടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു റെസിപ്പി പറയാം. നേന്ത്രപ്പഴം വട്ടത്തിൽ എരിഞ്ഞിട്ട് അത് കുറച്ച് നെയ്യിൽ വറുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഇനി അവർക്കത് മടുപ്പായിട്ട് വരികയാണെങ്കിൽ നമുക്ക് റാഗിയോ അല്ലെങ്കിൽ മറ്റ് നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. കുട്ടികളുടെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പാല് കൊടുക്കുന്നവരാണെങ്കിൽ കവർ പാല് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചില കവർ പാലിൽ ഫാറ്റിൻ്റെ കണ്ടന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ഫാറ്റിൻ്റെ കണ്ടന്റ് കൂടിയുള്ള പാലുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ വണ്ണം വെപ്പിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കൂടാതെ ഹോമിയോപ്പതിയിൽ കുട്ടികൾക്ക് വണ്ണം വയ്ക്കാനും അവരുടെ ഓവറോൾ ഹെൽത്തിനും അവരുടെ അബ്സോർഷൻ കൂട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും ടോണിക്കും അവൈലബിൾ ആണ്.